ഹലോ. അപ്പോൾ നമുക്ക് കപ്പ കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കാം. ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നൊക്കെ പറയും കേട്ടോ. അതുകൊണ്ടുള്ള ഒരു പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ എടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു സംഭവത്തിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലുള്ള സംഭവമാണെങ്കിൽ നമുക്ക് ആവും കേട്ടോ, സ്പീഡിലാവും. ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക. രാവിലെ ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടാ ഈ പുട്ട്. ഇതൊന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. പെട്ടെന്ന് കഴിയും. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ കപ്പ അവിടെ ഇങ്ങനെ ആവുള്ളൂ. ഏകദേശം കപ്പ ആയിട്ടുണ്ട്. അതിന് ശേഷം അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് അരിപ്പൊടി മതി. ഈ കപ്പൻ്റെ നേരത്തെ കഴുകി വെച്ച കപ്പല്ല, അപ്പോൾ അതിലുള്ള വെള്ളം ജലാംശമൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് എല്ലതും കൂടെ ഒന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ടാണ്, കുറച്ചൊരു ഡ്രൈ പരുവത്തിലാവാനാണ് നമുക്ക് ഈ പൊടി കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാലോ ഉപ്പ് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും ഇതിങ്ങനെ ഇതൊരു എന്താണ്, അരിപ്പൊടി വന്നിട്ടില്ല. ഇപ്പോഴും ഒരു വെള്ളം കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാതും കൂടെ മിക്സ് ആയിട്ട് ഒരു പുട്ടിൻ്റെ പരുവത്തിൽ, പുട്ട് ചുടാനുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കും. അതിൻ്റെ ഒരു പരുവത്തിലാവണം. സാധാ പുട്ട് ചുടാൻ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ ഒക്കെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിനുള്ള മാവ് കുഴപ്പമില്ല, നമ്മൾ അതേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം കുറച്ച് തേങ്ങ എടുക്കുക. എന്നിട്ട് ഞാൻ ഈ ചിരട്ടപ്പുട്ട് എന്നൊക്കെ അതിലാണ് ഉണ്ടാക്കുന്നത്. ഈ ചിരട്ടപ്പുട്ടിൻ്റെ ആദ്യം ഇതിൻ്റെ ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലാരിറ്റി ഇല്ലേ, ഞാൻ കുറച്ചപ്പുറം വെച്ചിട്ട് രാവിലെ ആയതുകൊണ്ട് കുറച്ചപ്പുറം ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്. തിരക്കാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 പുട്ടാക്കി എടുക്കാം നമുക്ക്. കുറച്ചും കൂടി ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ചെറിയ മോനുണ്ട്, 2 വയസ്സായ കുട്ടിയുണ്ട്. ആ കുട്ടി നന്നായിട്ട് കഴിക്കും. അവനക്ക് ഭയങ്കര ഇഷ്ടം അത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ മൂടിയിട്ട് അതുകൊണ്ടൊന്ന് മൂടിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് തിളച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം അവിടെയാണ് ഇത് വെച്ച് കൊടുക്കുക. അത് അധികം ആളുകൾക്ക് അറിയുണ്ടാവും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇത് വെച്ചെടുക്കുക. ഇത് കുറച്ച് ആവി മതി. ഇത് വേഗത്തിലാവുന്ന സംഭവമാണ് ഇത്. അപ്പം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും, ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് കൊട്ടി നോക്കാം. ആവി പറക്കണുണ്ടില്ലേ. ഇപ്പോൾ നമ്മളെ പുട്ട് റെഡിയായി. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഭയങ്കര ടേസ്റ്റ് ആവട്ടോ ഇത് കഴിക്കാൻ. ഇത് അറിയാത്തവർ, ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ. താങ്ക് യു.